കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആൽഫ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന അനുഗ്രഹീതമായ ഈ ഫേസ്ബുക്ക് പേജിൽ ദൈവവചന ശുശ്രൂഷയുമായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം നൽകപ്പെട്ട വിലയേറിയ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യ 2025 പ്രാരംഭ ദിവസങ്ങൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകി. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. ഒരു പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. ദൈവത്തിൻ്റെ കരുതലും കാവലും നന്മകളുമൊക്കെ നാം അനുഭവിച്ച് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കത്തക്ക നിലയിൽ ദൈവം ഒരുക്കുന്ന എല്ലാ നന്മകൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി അല്പസമയം ചെലവഴിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനത്തിന് അത് അനുഗ്രഹമായി തീരട്ടെ. വിശിഷ്യ ആൽഫ ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരിക്കുന്ന കർത്തൃദാസൻ സിജു കുന്നേൽ, അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സ്തോത്രം. ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മുടെ വിചിന്തനത്തിനായിട്ട് വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 35 അധ്യായത്തിൻ്റെ 1 വാക്യം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കുക. നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുൻപിൽ നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠമുണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രിയിലെ വിചിന്തനത്തിന് വേണ്ടി നാം ഇവിടെ വായിച്ചത്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ ജീവിത ചരിത്രം വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തെ നാം മൊത്തമായൊന്ന് മനസ്സിലാക്കിയാൽ പലപ്പോഴും ഒരോട്ടത്തിലാണ് യാക്കോബ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ചില സന്ദർഭം നമുക്ക് തോന്നിപ്പോകും ദൈവത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ. എന്നാൽ ദൈവം യാക്കോബിനെ പിന്തുടരുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. യാക്കോബ് എവിടെയൊക്കെ ഓടി എത്തുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അവനെ പിന്തുടരുകയാണ്. ഈ രാത്രി ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ എടുത്തു വരുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നവരോട് സന്ദേശം ആദ്യമേ തന്നെ പറയട്ടെ. ദൈവവചനത്തിൽ നിന്ന് ഓടി അകലുന്നവരുടെ അടുത്തേക്ക് ദൈവ സാന്നിധ്യം കടന്നു വരികയാണ്. നീ പലപ്പോഴും ദൈവവചനം കേൾക്കുകയും ദൈവവചന ശബ്ദം നിന്റെ ഹൃദയത്തോട് ഇടപെടുകയും പല നിലകളിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ ആമേൻ അതിൻ്റെതായ നിലയിൽ ചലിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആമേൻ പൂർണ്ണമായ ഒരർപ്പണത്തിലേക്കോ സമർപ്പണത്തിലേക്കോ വരുവാൻ കഴിയാതെ വഴുതി മാറി ഓടുന്ന ഒരു ജീവിതമായിരിക്കുന്നെങ്കിൽ പ്രാരംഭമായി തന്നെ പറയുന്നു, നിന്നെ തുടർന്ന് അടുത്തു വന്ന് നിന്നെക്കുറിച്ചുള്ള ദൈവപ്രവൃത്തി എന്തെന്ന് വെളിപ്പെടുത്തി ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന ഒരു ദിവ്യ സാന്നിധ്യത്തിന്റെ വെളിപ്പാടാണ് ഈ വചനത്തിലൂടെ നിന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത്. നിനക്ക് വഴുതി മാറാൻ കഴിയാത്തതുപോലെ, വെട്ടിമാറുവാൻ കഴിയാത്തതുപോലെ സാഹചര്യങ്ങളുടെ നടുവിലൂടെ ഒതുങ്ങിക്കൂടി ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്ത് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലും
നിറവിലും നിറവിലും കൊണ്ടുവന്ന് ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് യാക്കോബിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യാക്കോബിനെ കുറിച്ചുള്ള ചില പാഠങ്ങൾ വളരെ വേഗം ഞാൻ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്. യാക്കോബ് ഇങ്ങനെ പറയുന്നു, നാം പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കാം. ശ്രദ്ധിക്കണമേ, യാക്കോബിന്റെ ജീവിതം നമുക്കറിയാം. ഈ ബേഥേൽ എന്ന് പറയുന്നത് ആദ്യം അതിന്റെ പേര് ലൂസ് എന്നായിരുന്നു. അർത്ഥാൽ ഇസ്ഹാക്കിന്റെ ഭവനത്തിൽ ഒരു അടുക്കള പ്രേമിയായി സന്തോഷത്തോടെ ജീവിച്ചു വരവേ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയാണ് ഭവനം വിട്ട് ഇറങ്ങേണ്ടി വന്നത്. നമുക്ക് ചരിത്രമൊക്കെ അറിയാം. സവിസ്താരമായി അങ്ങോട്ട് വിസ്തരിച്ച് കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ദിവസം യാക്കോബ് ഭവനം വിട്ട് ഓടി ഇറങ്ങേണ്ടി വന്നു. നമുക്കറിയാം, ഓടി 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 ലൂസ് എന്ന് പറയുന്ന ഇടത്തേക്ക് യാക്കോബ് വന്നു. പിന്നീട് ഒരടി പോലും മുൻപോട്ട് വയ്ക്കുവാനുള്ളൊരു സാഹചര്യം കാണുന്നില്ല. പ്രത്യേകിച്ച് ഇരുണ്ട ഒരു മരുഭൂമിയുടെ അന്തരീക്ഷത്തിലാണ് യാക്കോബ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓരിയിടുന്ന കുറുക്കന്റെ ശബ്ദം കേൾക്കാം. അവിടെയും ഇവിടെയും ഭയങ്കരമായ ഹിംസ്ര ജീവികളുടെ ഭയങ്കരമായ ശബ്ദം കേൾക്കാം. ആ നിലകളിൽ ഈ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുറ്റിക്കാടിന്റെ ഏതാണ്ട് നടുവിലായി യാക്കോബ് അന്ന് രാത്രി സമയം കഴിക്കേണ്ടി വന്നു. ആ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാതെ യാക്കോബ് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ഇങ്ങനെ വായിക്കുന്ന ഒരു കല്ലെടുത്ത് തലവണയായി വെച്ച്, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലുണ്ട്. കല്ലെടുത്ത് തലവണയായി വെച്ച് യാക്കോബ് അവിടെ കിടന്നുറങ്ങുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഭവനം വിട്ടു പോകുന്നത്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല. ആമേൻ. സ്വന്തമായ ഭവനത്തിൽ കഴിഞ്ഞ രാത്രി വരെ പാർത്തതാ. ഇപ്പൊ സ്വന്തം സഹോദരൻ തനിക്കെതിരാ. കുടുംബം ആമേൻ അതിൻ്റെതായ നന്മകളോ അനുഗ്രഹങ്ങളോ ഒന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ലൂസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് തൻ്റെ ജീവിതം വാസ്തവത്തിൽ ഇപ്പോൾ ഒരു ഏകാന്തതയുടെ നടുവിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എവിടേക്ക് വെക്കുമെന്നറിയാതെ ജീവിതത്തിൽ നിരാശയോടെ നിരാശ്രയ ബോധത്തോടു കൂടെ ഒരു രാത്രി കല്ലെടുത്ത് തലവണയായി വെച്ച് യാക്കോബ് കിടന്നുറങ്ങുമ്പോൾ ആമേൻ താനൊരു ദർശനം കണ്ടു. സ്വർഗത്തോളം എത്തുന്നൊരു കോവണി, അതിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. യാക്കോബിന് അത്ഭുതമായി. ഇതുവരെ യാക്കോബ് ദർശനമൊന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്ന ഒരു ദർശനമാണ്. എന്താ കാണുന്നത്? സ്വർഗത്തോളം എത്തുന്നൊരു കോവണി. ആ കോവണിയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഈ കോവണി ആരാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഒടുവിലത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തോളം എത്തുന്ന ഒരേ ഒരു കോവണിയേ ഉള്ളൂ. ആമേൻ. അത് മറ്റാരുമല്ല, അത് വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം, മനുഷ്യരിവിടെ പല കോവണികളും പണിതിട്ടുണ്ട് സ്വർഗത്തിലെത്തിക്കുവാൻ. ആമേൻ. പല കോവണികളും. പക്ഷെ അതൊന്നും മുകളിലെത്തിയിട്ടില്ല. അത് കുറച്ചൊക്കെ ആമേൻ അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്നും മുകളിലെത്തിയിട്ടില്ല. എന്നാൽ മുകളിൽ നിന്ന് മനുഷ്യൻ നിരാശയോടുകൂടെ കിടക്കുന്ന, നിരാശ്രയനായി കിടക്കുന്ന, ഇനി എവിടെ ചുവട് വയ്ക്കുമെന്നറിയാതെ ആയിരിക്കുന്ന ഒരുവന്റെ ചാരത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു കോവണിയുണ്ട്. അത് മറ്റാരുമല്ല, വാഴ്ത്തപ്പെട്ടവനായ കർത്താവാണ്. ഇന്ന് ഈ രാത്രിയിൽ ദൈവവചനം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സന്ദേശം ഇതിനകത്തു നിന്ന് കൈമാറട്ടെ. ജീവിതത്തിൽ നിരാശ്രയ ബോധത്തോടെ, നിരാശയോടെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ ഭവനത്തിന്റെ സാഹചര്യങ്ങളെല്ലാം വിഗതികൾ മാറി മാറി ജീവിതത്തിൽ അനർത്ഥങ്ങളുടെ നടുവിലൂടെ, അവൻ പ്രതിസന്ധികളുടെ നടുവിലൂടെ ഇന്ന് രാത്രി അവൻ ഉറങ്ങുവാൻ പോലും കഴിയാതെ നിരാശയോടുകൂടെ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു കോവണിയുണ്ട്. അത് മറ്റാരുമല്ല, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്വർഗത്തിലെ ആരാധ്യ വസ്തുവായിരുന്ന
ആരാധിച്ചിരുന്നവൻ, ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായിരുന്നവൻ, അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. ആ കോവണിയാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ആ സാന്നിധ്യമാണ് ഇന്ന് രാത്രി നിന്നെ സമാധാനത്തിലൂടെ നടത്തുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിരാശയോടുകൂടെ നീർച്ചുഴിയിൽ അകപ്പെട്ടതുപോലെ പ്രശ്ന സങ്കീർണമായ നീറിപ്പോയുന്ന നിരവധി പ്രശ്നങ്ങളുമായി ഈ 2025 ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ട് പലപ്പോഴും ആശ്രയിക്കാവുന്നവിടെ എല്ലാം ആശ്രയിച്ച് ജീവിതം ആമേൻ തകർന്ന് തരിപ്പണമാകുമോ എന്ന് തോന്നുമാറ് ജീവിതത്തിൽ പ്രതിസന്ധി കുമിഞ്ഞുകൂടി നിൽക്കുന്ന ചില സാഹചര്യങ്ങളൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവവചനത്തിലൂടെ ആത്മാവിലൂടെ സംസാരിക്കുന്നു. ഈ രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കോവണിയുണ്ട്. എന്തിനാണെന്നറിയാമോ? ആമേൻ. നിന്റെ പ്രാർത്ഥനയുടെ ആമേൻ അനുഭവങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുന്ന ദൂതന്മാർ, മാത്രമല്ല നിന്നെ സൂക്ഷിക്കുവാനായി ഇറങ്ങി വരുന്ന ദൂതന്മാർ, നിനക്ക് വേണ്ടി ചില കരുതലുകൾ, നിനക്ക് വേണ്ടി ചില വിടുതലുകൾ, നിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഈ ആരാധനയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേര് തങ്ങളെ തന്നെ സമർപ്പിക്കുമോ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ കരമാണ് ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാക്കോബ് ഉറക്കമുണർന്നു. ആ രാത്രി, ആ കാളരാത്രി, ഭയാനകമായ ഭീകരമായ രാത്രി, എൻ്റെ തമ്പുരാന്റെ സാന്നിധ്യം കൊണ്ട് യാക്കോബിന് സുഖമായി ഉറങ്ങുവാൻ കഴിഞ്ഞു. നേരം വെളുത്തപ്പോൾ യാക്കോബിനൊരു കാര്യം മനസ്സിലായി. ഇത് കേവലം ഒരു ലൂസല്ല, ആമേൻ, അയഞ്ഞ പട്ടണമല്ല, അയഞ്ഞ ദേശമല്ല, മറിച്ച് ഇതൊരു ബഥേലാണ്. യാക്കോബ് രാവിലെ എഴുന്നേറ്റ് ആമേൻ കല്ലെടുത്ത് തലവണയായി വെച്ചിരുന്ന ആ കല്ല് തിരിച്ചെടുത്ത് ഒരു തൂണായി നിർത്തി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, അങ്ങന്റെ കൂടെ ഇരിക്കണം, എന്നെ എന്ത് ചെയ്യണം? പരിപാലിക്കണം. ഞാൻ പോകുന്ന വഴിയിൽ എന്നെ സഹായിക്കണം. ആമേൻ. എന്നെ മടക്കി വരുത്തുമെങ്കിൽ, എനിക്ക് വേണ്ടതെല്ലാം നൽകുമെങ്കിൽ നീ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ നിനക്ക് ദശാംശം തരും. ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് യാക്കോബ് ആമേൻ ഒരു കാര്യം ഉറപ്പിച്ചു, ഇത് ബഥേലാണ്, ഇത് ദൈവഭവനമാണ്, ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന ഇടമാണ്. ഇത് കേവലം ലൂസല്ല, ഇത് ബഥേലാണ്. ആ ദേശത്തിന്റെ പേര് യാക്കോബ് മാറ്റിയിട്ടു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഉറങ്ങാൻ കഴിയാത്ത സ്ഥാനത്ത്, തകർന്ന സ്ഥാനത്ത്, ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കുവാൻ കഴിയാത്ത സ്ഥാനത്ത്, നിനക്ക് ആശ്രയമായി, ആശ്വാസമായി, നിന്റെ ജീവിതത്തിന് തണലായി, എല്ലാമായി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കർത്താവിനെ ഇന്ന് രാത്രി ഈ ആൽഫ ഗോസ്പൽ മിനിസ്ട്രിയിലൂടെ ഞങ്ങൾ ഉയർത്തുകയാണ്. അവൻ കേവലം മാനുഷിക വാക്കുകൾ പലതും കേട്ട് ചിലപ്പോൾ നീ ചിന്തിച്ചു കാണും, അവരെല്ലാം എൻ്റെ കൂടെ ഇരിക്കും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ വീട്ടുകാര്, എൻ്റെ നാട്ടുകാര്, എന്നെ സ്നേഹിക്കുന്നവര്, ഇന്നാരൊക്കെ കാണുമെന്ന് നീ കരുതി. പക്ഷെ പലരും വഴിമാറിപ്പോയി, പലരും ഇപ്പൊ നിന്റെ കൂടെ ഇല്ല. പണം പോലും ചിറക് വെച്ച് പറന്നുപോയി. ആശ്രയിച്ച കൊമ്പുകൾ പലതും ഓടിഞ്ഞു. നീ മുറുകെ പിടിച്ചത് പലതും അഴിഞ്ഞുപോയി. ഇന്ന് രാത്രി കുഴഞ്ഞ് മറിഞ്ഞ് ജീവിതത്തിൽ വേദനിക്കുന്ന നിമിഷങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ആത്മീയമായി അല്ല, ശാരീരികമായി അല്ല, മാനസിക തലങ്ങളിൽ പോരാ, ഇന്ന് രാത്രി നിന്റെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും ഇന്ന് രാത്രി ചലിച്ചിറങ്ങുന്നത് ആത്മാവിൽ ഞങ്ങൾ അനുഭവിച്ചറിയുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുത്തുകൊണ്ട് നീ പ്രാർത്ഥിച്ച് ദൈവം മുൻപാകെ സമർപ്പിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തെ ഒരു ബഥേലാക്കി മാറ്റുവാൻ എന്റെ ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യാക്കോബിന്റെ ജീവിതത്തിന്റെ ലൂസിന്റെ അനുഭവം തമ്പുരാൻ ബഥേലാക്കി മാറ്റി. അവിടെ വെച്ച് യാക്കോബ് എന്ത് ചെയ്തു? ചില തീരുമാനങ്ങൾ എടുത്തു. കല്ല് നാട്ടി. താൻ പറഞ്ഞു, ഇത് ദൈവഭവനമാണ്, ഇത് ബഥേലാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തോടു കൂടെ എന്ത് ചെയ്യും? ഇനി യാത്ര ചെയ്യും. ഞാൻ ദൈവത്തിനു വേണ്ടി ആലയം പണിയും. ഞാൻ ദൈവത്തിനു വേണ്ടി നിൽക്കും. ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഞാൻ ചോദിക്കട്ടെ, ദൈവം
പലപ്പോഴും ഇടപെട്ടിട്ടും ദൈവം നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ പലപ്പോഴും സന്ദർശിച്ച് നിനക്ക് വേണ്ടിയ വിടുതലുകൾ നൽകിയിട്ടും ഇന്നും ദൈവസന്നിധിയിൽ ഒരു തീരുമാനമില്ലാത്തതുപോലെ മുൻപോട്ട് പോകുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിനക്കൊരു തീരുമാനമില്ല, സമർപ്പണമില്ല, നിനക്ക് ദൈവസന്നിധിയിൽ ഒരു ക്രമീകരണമില്ല. ആമേൽ കഴിഞ്ഞ കാലങ്ങളിൽ നീ അറിയാത്ത പാന്താവുകളിലൂടെ ദൈവം നിനക്ക് വേണ്ടി ഇടപെട്ടതാണ്. ദൈവ സാന്നിധ്യം നിന്റെ പിന്നാലെ വന്ന് നിന്നെ കരുതിയതാണ്. നീ ഉടഞ്ഞു പോകേണ്ട സ്ഥാനത്ത്, തകരേണ്ട സ്ഥാനത്ത്, നിന്റെ വീടിൽ നിന്റെ സ്വന്തം ഇഷ്ടത്തിന്റെ ഗതി പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിന്റെ രാത്രിയായി മാറട്ടെ. നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ രാത്രിയായി മാറട്ടെ, ഒരു അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കുവാനല്ല, ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യാക്കോബ് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്ത ആ സ്ഥലത്തിന്റെ പേരാണ് ബഥേൽ. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവഭവനം എന്നാണ്. ദൈവഭവനം. യാക്കോബ് എടുത്തിരിക്കുന്ന തീരുമാനമാണ് അവൻ ലൂസ് ബഥേലായി മാറിയത്. അങ്ങനെ തീരുമാനമെടുത്ത് യാക്കോബ് എന്ത് ചെയ്തു? നേരെ അമ്മാവന്റെ ഭവനത്തിലേക്ക് പോയി, ലാബാന്റെ വീട്ടിലേക്ക് പോയി. നമുക്കറിയാം ദൈവത്തോട് ചില തീരുമാനങ്ങളൊക്കെ എടുത്താ പോകുന്നതെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ ജീവിതം അമ്പയെ ഒന്ന് വ്യത്യാസപ്പെട്ടു. തീരുമാനമൊക്കെ അങ്ങനെ കടന്നു. എന്നാൽ യാക്കോബ് എന്ത് ചെയ്തു? അവൻ ലാബാന്റെ മക്കളായ റാഹേലിനെയും ലേയൊക്കെ കണ്ടു. അവരുടെ ആടുമേയ്ക്കലൊക്കെ കണ്ട് ഈ അമ്മാവന്റെ വീട്ടിൽ കുറച്ചുനാൾ പാർക്കുവാൻ ആരംഭിച്ചപ്പോൾ യാക്കോബിനൊരു സന്തോഷം. റാഹേലിനെ ഒന്ന് കല്യാണം കഴിച്ചാൽ കൊള്ളാം. ശരി, ഏതായാലും വേണ്ടുമില്ല. റാഹേലിനെ ഒരു വിവാഹത്തിന് വേണ്ടി യാക്കോബ് ഇങ്ങനെ ആഗ്രഹിച്ചു. അമ്മാവന്റെ മകളല്ലേ, ഏതായാലും വേണ്ടുമില്ല. കാര്യങ്ങളൊക്കെ ലാബാനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭവനത്തിൽ വന്നത് സന്തോഷമായി, എനിക്ക് റാഹേലിനെ വിവാഹം കഴിച്ചു തരണം എന്നെല്ലാം പറഞ്ഞു. ഈ ലാബാനാണെങ്കിൽ അതിലും പഠിച്ച പുള്ളി പറഞ്ഞു, നിനക്ക് തന്നെ ഞാൻ തരാം റാഹേലിനെ. ആട്ടെ, ഒരു 7 വർഷം എന്നെ സേവിക്കണം, എൻ്റെ ആടുകളെ മേയ്ക്കണം, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, എല്ലാം റെഡിയായി നീ ചെയ്യാമെങ്കിൽ 7 വർഷം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ മകളായ നീ സ്നേഹിക്കുന്ന റാഹേലിനെ തരാമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞ് പുള്ളി ചൂടടിച്ച് ഈ ആടുകളുടെ പുറകെയൊക്കെ അതിൻ്റെതായ സന്തോഷത്തോടു കൂടെ അല്ലേ പോകുന്നത്. കാരണം റാഹേലിനെ കിട്ടാൻ പോവുക. 7 വർഷം എന്ന് പറയുന്നത് അല്പകാലം പോലെ തോന്നിയെന്ന, അല്പകാലം പോലെ തോന്നി. കാരണം കിട്ടാൻ പോകുന്നത് റാഹേലിനെ അല്ലേ. പക്ഷെ എന്തോ പറ്റിയെന്നറിയാമോ? രാത്രി കല്യാണം അവിടെ നടന്നത്. ഈ രാത്രിയിലെ കല്യാണത്തിന് റാഹേലിനെ കിട്ടിയില്ല, കൊണ്ടു കൊടുത്തത് ലേയാ. അയ്യോ, യാക്കോബ് കളിപ്പീരാണെങ്കിൽ അതിൻ്റെ ഇരട്ടി കളിപ്പീരുകാരനല്ല ലാബാൻ. അതുകൊണ്ട് എന്താ വേണ്ടി ലേയെ കൊണ്ടുപോകുന്നു. ലേക്കുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഈ കണ്ണിന് എന്തോ കുഴപ്പമൊക്കെ ഉണ്ടെന്നാ, കാഴ്ചയ്ക്കും അല്ലാതെയൊക്കെ പല കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. ഏതായാലും പുള്ളിക്കാരിക്ക് അല്പ സൗന്ദര്യത്തിനും കുറവുണ്ട്, കണ്ണിനൊരല്പം കുഴപ്പമുണ്ട്. അങ്ങനെ കുഴപ്പമുള്ള പുള്ളിക്കാരിയെ രാത്രിയിൽ ഈ ലാബാൻ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് യാക്കോബിൻ്റെ കൈ വെച്ച് കൊടുത്തു. പാണിഗ്രഹണമൊക്കെ കഴിഞ്ഞു, വീട്ടിലൊക്കെ ചെന്നു. നേരം പെടുത്തപ്പോഴാണ് മനസ്സിലായത് കിട്ടിയത് റാഹേലല്ല ലേയാ. ഓടിച്ചെന്നു ലാബാന്റെ അടുക്ക ചെന്നേച്ച് പറഞ്ഞു, എന്തൊരു പണിയാ കാണിച്ചത്. അവ പറഞ്ഞു, ഒരു കാര്യം 7 വർഷം കൂടെ സേവ ചെയ്യ്, ഞാൻ തരാം, റാഹേലിനെ നിനക്ക് തരാം. നോക്കണേ, ജഡികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി യാക്കോബ് എന്ത് ചെയ്യുക? സേവനം ചെയ്യുക. ദൈവത്തോട് പറഞ്ഞ തീരുമാനവും സമർപ്പണവും ഒക്കെ ഒരു വശത്ത് കിടക്കുക. ബഥേലിന്റെ അനുഭവമൊക്കെ കിടപ്പുണ്ടെന്നേ, അതെല്ലാം വിട്ടേച്ചിപ്പോ സ്വാർത്ഥതയ്ക്കും സ്വന്തം ഇഷ്ടത്തിനും ജഡത്തിന്റെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ഒക്കെ വേണ്ടി, റാഹേലിനും ലേയ്ക്കും ഒക്കെ വേണ്ടി യാക്കോബ് പിന്നെയും സേവ ചെയ്യുക. റാഹേലിന് വേണ്ടി ആടുകളുടെ പിന്നാലെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി ചില നാളുകൾ, ഏതാണ്ട് 10-20 വർഷം മൊത്തം കണക്ക് കൂട്ടാം, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. യാക്കോബ് എന്ത് ചെയ്തു? ഇതിന്റെ എല്ലാം പിന്നാലെ യാത്ര ചെയ്യുക. അവൻ ലാബാന്റെ കുടുംബത്തിലെ കാര്യങ്ങളുമായി മറ്റെല്ലാം മറന്നു. ഒരു തീരുമാനം ബഥേലിൽ വെച്ചെടുത്തത് യാക്കോബ് മറന്നു. ഇപ്പോൾ ലാബാന്റെ ഭവനത്തിൽ റാഹേലിനും ലേയ്ക്കും വേണ്ടി ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുക. 14 വർഷങ്ങൾ ശേഷം ഒരു 5-6 വർഷം കൂടെ യാക്കോബ് അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദൈവശബ്ദം മുഴങ്ങി, യാക്കോബേ, നീ മടങ്ങിപ്പോയേ മതിയാകൂ, നീ മടങ്ങിപ്പോയേ മതിയാകൂ. കാരണം നീ തീരുമാനമെടുത്ത ഇടത്ത് ഈ 2025-ന്റെ
ഈ 2025 ഈ പ്രാരംഭ ദിനങ്ങളിലൊന്നും മടങ്ങി വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അല്പം നെറ്റിന്റെ പ്രയാസം ഉണ്ടായതിൽ ക്ഷമിക്കണമേ. ദൈവത്തോട് ചെയ്ത തീരുമാനങ്ങളിലേക്കൊന്ന് മടങ്ങി വരണം. അതാണ് യാക്കോബിനോട് ദൈവം പറയുന്നത്. ശ്രദ്ധിച്ചാട്ടെ, ഈ ലാബാന്റെ ഭവനത്തിൽ യാക്കോബ് ആയിരിക്കുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, യാക്കോബെ, ഞാൻ ബേതേലിന്റെ ദൈവമാണ്. നീ എന്നോട് നേർന്ന, നീ ഞാനുമായിട്ട് ഉടമ്പടി ചെയ്ത അവിടുത്തെ ദൈവമാണ് ഞാൻ. അതുകൊണ്ട് നീ ബേതേലിലേക്കൊന്ന് മടങ്ങി വന്നേ മതിയാകൂ. നീ ആയിരിക്കുന്ന ആ പ്രതലത്തിലും സാഹചര്യത്തിലും റാഹേലിന് വേണ്ടി, ലേയ്ക്ക് വേണ്ടി, കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി, ആടുമാടുകൾക്ക് വേണ്ടി ഒക്കെ നീ ചില വർഷങ്ങളായി അധ്വാനിച്ചു കൊണ്ടിരിക്കുക. ശരി, പക്ഷേ നീ ദൈവത്തോട് ചെയ്ത തീരുമാനം എവിടെ? അവിടേക്ക് നീ മടങ്ങി വന്നേ മതിയാവൂ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിക്കുക. ദൈവത്തിങ്കിലേക്കൊന്നും മടങ്ങി വരേണ്ട ദിനങ്ങളായി ദിനങ്ങൾ. സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ചെയ്ത ഉടമ്പടികളും തീരുമാനങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മുൻപോട്ട് പോകുക. പല കാര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. ചില വിടുതലുകൾ ദൈവത്തിൽ നിന്ന് ദൈവം നിനക്ക് തന്നതും നീ പ്രാപിച്ചതുമൊക്കെ നിന്റെ തീരുമാനത്തിന്റെ പുറകില. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ അതങ്ങ് മറക്കുക. നന്മ കിട്ടുമ്പോൾ ദൈവം ചെയ്ത വിടുതൽ അങ്ങ് മറക്കുക. ദൈവത്തോട് പറഞ്ഞത് മറക്കുക. അങ്ങനെ മുൻപോട്ട് പോകുവാനല്ല ഈ വർഷം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തീരുമാനങ്ങൾ പലരും എടുക്കും. ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു തീരുമാനമെടുത്തൊരു മനുഷ്യനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ മീൻ പിടിക്കുവാനായിട്ട് പോകുകയാണ്. ചൂണ്ടയിട്ട് വള്ളത്തിലിരുന്ന് മീൻ പിടിക്കുകയാണ്. ഇങ്ങനെ മീൻ പിടിച്ചു പോകുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. കിട്ടാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രയാസം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതിനകത്തിരുന്നുകൊണ്ട് പറഞ്ഞു, ദൈവമേ, എനിക്കൊരു നല്ല മീനെ തന്നാൽ ഞാൻ അങ്ങയ്ക്ക് തരാം. അങ്ങോട്ട് സന്നിധിയിലായിട്ട് ആ മീനെ തരാം. അങ്ങനെ ഇരിക്കുക. ചൂണ്ടയ്ക്കകത്തൊരു വലിയ മീൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഓർത്തു, വലിയൊരു മീനിനെ കിട്ടി. അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി. മീനിനെ എടുത്ത് വള്ളത്തിനകത്തിട്ടു. പിന്നെ ചൂണ്ടയിട്ടോണ്ടിരിക്കുന്നത് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഒന്നും കിട്ടുന്നില്ല. ഈ വലിയ മീൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ പുള്ളിയുടെ മനസ്സിലൊരു ചിന്ത വന്നു, ദൈവത്തിന് എന്തിനാ മീൻ? ദൈവത്തിന് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണേ. പുള്ളി ഇങ്ങനെ ചിന്തിക്കുക, ദൈവത്തിന് മീനിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ദൈവത്തിന് എന്നാ മീൻ കറി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവമേ, ഇത് ഞാനങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ദൈവം എനിക്ക് തന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വലിയ മീൻ എടുത്തൊരു ചാട്ടം കൊടുത്തു വെള്ളത്തിലോട്ട്. ഉടനെ പുള്ളി പറയാ, ദൈവം എന്തൊരു ദൈവമാ! ഞാനൊരു തമാശ ഇങ്ങനെ ചിന്തിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഒരിക്കലും അത് എടുക്കത്തില്ലായിരുന്നു. ഞാൻ അങ്ങക്ക് തന്നെ തന്നേനെ. എന്റെ തീരുമാനവും സമർപ്പണവും പോലെ അങ്ങക്ക് തന്നെ തന്നേനെ. ഞാനിങ്ങനെ തമാശന് വേണ്ടി ഒന്ന് ചിന്തിച്ചതാ, ദൈവത്തിന് മീനിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. ഇതുപോലെയാ പലപ്പോഴും നമ്മളും ദൈവത്തോട് പറയും, ദൈവമേ, തന്നേക്കാം, കൊടുത്തേക്കാം, ചെയ്തേക്കാം, ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സമയം വരുമ്പോൾ നമ്മൾ അകന്നു മാറും. ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വചനത്തിലൂടെ ഇടപെടുന്നു. കഴിഞ്ഞ നാളുകൾ നീ ദൈവത്തോട് ചെയ്ത ഉടമ്പടി എവിടെ? തീരുമാനം എവിടെ? നിന്റെ ജീവിതത്തിന്റെ ലൂസ് എന്റെ തമ്പുരാൻ ബദലാക്കി മാറ്റി എത്രയോ അനുഭവങ്ങൾ നിനക്കുണ്ട്. എത്രയോ തകർന്ന ഇടത്തു നിന്ന് ദൈവം നിന്നെ പണിതു. നീ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നു. നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളെ ദൈവം വഴിമാറ്റി വിട്ടു. നിന്റെ കുടുംബത്തെ ദൈവം പണിതെടുത്തു. നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറ തകർന്നു പോയ സ്ഥാനത്ത് ചിലതിനെ തമ്മിലെ പൊക്കിയെടുത്തു. ഈ ദിവസങ്ങളിൽ ചില വിടുതലുകൾ നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടും ദൈവസന്നിധിയിലേക്കൊന്നും മടങ്ങി വരുവാൻ, തീരുമാനങ്ങളിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ ഇന്ന് രാത്രി അകന്നു നിൽക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ബേതേലിന്റെ ദൈവമാണ് ഞാൻ, ആകയാൽ നീ ഒന്ന് മടങ്ങി വരിക. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവിന്റെ രാത്രിയായി മാറട്ടെ. ഒരു തീരുമാനത്തിന്റെ
രാത്രിയായി മാറട്ടെ. യാക്കോബിനോട് ദൈവം പറഞ്ഞു, ഞാൻ ബേഥേലിന്റെ ദൈവമാണ്. യാക്കോബ് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ ഇപ്പൊ ആയിരിക്കുക. താൻ ശ്രദ്ധിച്ചപ്പോൾ ലാബാന്റെ മുഖം പഴയതുപോലെ ഒന്നുമല്ല, നല്ല സ്നേഹമൊന്നും കാണുന്നില്ല. നേരത്തെ ലാബാന് നല്ല സ്നേഹമായിരുന്നു, എന്തൊരു വാത്സല്യമായിരുന്നു. ആമേൻ. ഇപ്പൊ ലാബാന്റെ മുഖം പരിവരുത്തതായി മാറി. ഒരു കാര്യം ഓർത്തോണം, നീ ലോകത്തെ സ്നേഹിച്ചാൽ ലോകത്തിന്റെ മുഖഭാവം മാറും. ആമേൻ. സ്ഥിതികൾ മാറും. എപ്പോഴും ഒരുപോലെയുള്ള സ്നേഹം കിട്ടത്തില്ല. ഇവിടെ ശ്രദ്ധിക്കണമേ, ലാബാന്റെ മുഖഭാവം മാറി. യാക്കോബിന് മനസ്സിലായി, ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. ബേഥേലിന്റെ ദൈവം യാക്കോബിനോട് ഇടപെടുകയാ. യാക്കോബ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു തീരുമാനമെടുക്കുവാൻ തയ്യാറാകുക. ആ ദൈവത്തിന് സ്തോത്രം. പരിവരുത്ത അന്തരീക്ഷത്തിലൂടെ ലാബാന്റെ ഭവനത്തിൽ നിൽക്കുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ യാക്കോബിനുണ്ടായി. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. യാക്കോബ് ഒരു തീരുമാനമെടുത്തു, ബേഥേലിലേക്ക് മടങ്ങിപ്പോകുക. തീരുമാനത്തിലേക്ക് മടങ്ങിപ്പോകുക. റാഹേലിനോടും ലേയോടും തന്റെ മക്കളോടും ആടുമാടുകൾ, ദാസീദാസന്മാർ എല്ലാറ്റെയും ഒരുമിച്ച് കൂട്ടി യാക്കോബ് ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാ. എങ്ങോട്ടാ? ബേഥേലിലേക്കുള്ളൊരു മടങ്ങി വരവ്. ആദിയിൽ ദൈവം ഇടപെട്ട, ദൈവ സാന്നിധ്യം വെളിപ്പെട്ട, ദൈവിക കോവണി വെളിപ്പെട്ട, ദൈവം മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് തന്നെ സുരക്ഷിതമായി സൂക്ഷിച്ച ആ ഇടത്തേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി യാക്കോബ് തയ്യാറായി. നമുക്കറിയാം, യാക്കോബ് 3 ദിവസത്തെ യാത്ര ചെയ്ത് ഗിലെയാദിന്റെ മലഞ്ചരിവിൽ പാളയമടിച്ചു. എങ്ങോട്ട് പോകുകയാ? ആരാധനയ്ക്ക് വേണ്ടി ബേഥേലിലേക്ക് മടങ്ങിപ്പോകുകയാ. ഈ സമയത്ത് യാക്കോബ് അറിയാതെ ലാബാനും കൂട്ടരും, ലാബാൻ എവിടെയോ പോയിരിക്കുകയായിരുന്നു. വന്നപ്പോഴാണ് മനസ്സിലായത് യാക്കോബ് എങ്ങോട്ട് പോയി? ബേഥേലിലേക്ക് പോയി. ലാബാൻ തീരുമാനിച്ചു, യാക്കോബിനെ ഒരടി മുൻപോട്ട് വിടുകയില്ല. അവനെ ഞാൻ എന്ത് ചെയ്യും? പിന്തുടരും, പിടിക്കും. അവിടെ ചെന്ന് ഞാൻ അവനോട് സംസാരിക്കും. അവൻ ഇന്ന് അതിനു വേണ്ടിയുള്ള ഒരുക്കത്തോടു കൂടെ ലാബാൻ ഒരു കൂട്ടം ആളുകളുമായി എന്ത് ചെയ്തു? യാക്കോബ് പാർക്കുന്ന ഗിലെയാദിന്റെ മലഞ്ചരിവിൽ പാളയമടിച്ചു. ഇതൊന്നും യാക്കോബ് അറിയുന്നില്ല. ആമേൻ. യാക്കോബിന്റെ ജീവിതത്തിന് നേരെ ലാബാൻ വിചാരിച്ച ദുരുപയോഗങ്ങളൊന്നും ആ ദുരമയങ്ങളൊന്നും ആരറിയുന്നില്ല? യാക്കോബ് അറിയുന്നില്ല. അതിന്റെ മലഞ്ചരിവിൽ ലാബാൻ പാളയമടിച്ചിട്ട് ആമേൻ ആ രാത്രിയിൽ യാക്കോബ് ഇങ്ങനെ കിടന്ന് സുഖമായി ഉറങ്ങുമ്പോൾ ലാബാന്റെ കൂടാരത്തിൽ ദൈവം തന്റെ ദൂതനെ ഇറക്കിയിട്ട് ലാബാനോട് സംസാരിച്ചു. എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ അവൻ ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അന്ന് രാത്രി ലാബാനോട് ദൈവം ഇടപെട്ടു. ഇന്ന് ഞാൻ പറയട്ടെ, നേരം വെളുത്തപ്പോൾ യാക്കോബ് കണ്ടത് ഒരു കൂട്ടം ദൈവത്തിന്റെ ദൂതന്മാരെയാണ്. യാക്കോബ് അറിഞ്ഞില്ല, തനിക്കെതിരെ മലഞ്ചെരുവിൽ തന്നെ കൊന്നൊടുക്കുവാൻ വേണ്ടി ലാബാന്റെ ആളുകൾ കടന്നു വന്നതും തനിക്കെതിരെ ദുരുപയോഗം വിചാരിച്ചതുമൊന്നും യാക്കോബ് അറിഞ്ഞില്ല. ഇന്ന് രാത്രി ഒരു ദൂത് പറയട്ടെ. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഒരു ദൂത് ശക്തമായി പറയട്ടെ. പലപ്പോഴും നീ അറിയാതെ നിനക്കെതിരെ ദുരുപായം വിചാരിച്ച് നിന്നെ ഇല്ലാതാക്കുവാൻ, നിന്നെ തകർക്കുവാൻ ശത്രുവായവൻ നീ പാളയം അടിച്ചതിന്റെ മലഞ്ചെരുവിൽ പലപ്പോഴും നിനക്കെതിരെ ശക്തിയോടുകൂടെ പാളയം ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ നീ അതറിഞ്ഞില്ല. നീ അറിയാതെ തന്നെ നിനക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചു കേട്ടോ. ഇന്ന് രാത്രി അത് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നാം പലപ്പോഴും ഉറങ്ങുകയാ, ക്ഷീണിച്ചു കിടക്കുക. പലപ്പോഴും നമ്മെ കൊണ്ട് കഴിയത്തില്ല, നാം പ്രാപ്തരല്ല. എന്നാൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഉറങ്ങാത്തൊരു ദൈവത്തെ ഞാൻ വെളിപ്പെടുത്തുകയാ. ഒരിക്കൽ PG വർഗീസ് സാറ് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി. ജീവിതത്തിൽ ഒരു വലിയ നിരാശ ബാധിച്ച് ഉറക്കമില്ലാതെ വന്ന ഒരു രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ദൈവവചനം ധ്യാനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങാതിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഉറങ്ങാൻ പോവുകയാണ്. ഓർക്കണമേ, ഇസ്രായേലിന്റെ പരിപാലകൻ നിനക്ക് വേണ്ടി ഉറങ്ങുന്നില്ല. നിനക്കെതിരെ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നീ അറിഞ്ഞില്ല കേട്ടോ, നീ കേട്ടില്ല കേട്ടോ, നിനക്കെതിരെ ശക്തിയോടെ പടമൊരുതിയ ചില പ്രതിസന്ധികളെ ദൈവത്തിലെ ആത്മാവ് വെട്ടിമാറ്റി കഴിഞ്ഞ നാളിൽ
ചൂടമാന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുക. ആമേൻ. മലഞ്ചെരുവിൽ ആരാധനയ്ക്ക് വേണ്ടി, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി തീരുമാനത്തോടെ പുറപ്പെട്ടിറങ്ങിയ നിനക്കെതിരെ ശത്രുവായവൻ വാടകോരി നിന്നെ മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിച്ച് നിന്റെ കുടുംബത്തിന് നേരെ പടമൊരുതിയ സ്ഥാനത്ത് ആമേൻ ആ രാത്രിയിൽ ആ ദുർബല നിമിഷത്തിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയാതെ ആ രാത്രിയിൽ നീ ഉറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ചലിച്ചൊരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ശക്തിയോടെ വിളിച്ചു പറയുക. ലാബാനെ, എന്റെ ദാസനായ യാക്കോബിനെ തുടരുത്. അവനോട് ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യുവാൻ നിനക്ക് കഴിയാതിരിക്കട്ടെ. ചെയ്താൽ നിന്നെ വെറുതെ വിടുകയില്ല. അത് കേട്ട ലാബാൻ എന്ത് ചെയ്തെന്നറിയാമോ? പിന്തിരിഞ്ഞു പോയി. യാക്കോബിനോട് ഒന്നും പറയുവാൻ തയ്യാറായില്ല. ആമേൻ. അവിടെ നിന്ന് ആമേൻ യാക്കോബ് യാത്ര ചെയ്ത് നമുക്കറിയാം കുറഞ്ഞിങ്ങോട്ട് വന്നിട്ട് സൂക്കോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് എന്ത് ചെയ്തു? താവളം അടിച്ചു. ബേതേലിലേക്ക് വരാനാ പറഞ്ഞത്, പക്ഷെ സൂക്കോത്തിലേക്ക് വന്നു. ഇന്നും പലരും അങ്ങനെയാ, ബേതേലിലെത്തുന്നില്ല, ഇടയ്ക്കൊരു സൂക്കോത്താ. സൂക്കോത്ത് എന്ന് പറയുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവിടെ ഒരു യാഗപീഠമൊക്കെ ഉണ്ട്. ഏലലോഹ എന്നൊക്കെ പേരുമൊക്കെ ഇട്ട് ഒരു പരിപാടിയൊക്കെ നടത്തി ഒരുമാതിരി ഒപ്പീരി പരിപാടിയൊക്കെ ആയിട്ട് യാക്കോബ് ഇങ്ങനെ താമസിക്കുക. എവിടാ? സൂക്കോത്തിൽ, സൂത്രത്തിലെ പരിപാടിയായി ഇപ്പൊ യാക്കോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് പോകുന്നതാ? ബദലിലേക്ക് പോകുന്നതാ. ഇപ്പൊ സൂക്കോത്തിലെ സൂത്ര പരിപാടി. അവിടെ ഉണ്ട് ആരാധന, പ്രാർത്ഥനയുണ്ട്, യോഗം ഉണ്ടെന്നേ ഉണ്ട്. പക്ഷെ സൂത്രമാന്നേ ഉള്ളൂ. ദൈവം പറഞ്ഞിടത്ത് വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഒരിടത്താവളം പോലെ ഇപ്പൊ സൂക്കോത്തിൽ യാക്കോബ് പാളയമടിച്ചിരിക്കുക. അവിടെ എന്ത് സുഖമാണെന്നറിയാം. കൊച്ചുങ്ങളും തള്ളമാരും ആടുമാടുകളും ദാസീദാസന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ യാക്കോബ് ഇങ്ങനെ പാർക്കുമ്പോൾ ഒരു ദിവസം, വിശദീകരിക്കുന്നില്ല, യാക്കോബിന്റെ മകള് ദീന ഒരു ഇവനിങ് വോക്കിന് പോയി. അത്രേ പറയുന്നുള്ളൂ. ഇവനിങ് വോക്കിന് പോയി. സംഗതി ആകെ മാറി. ആ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. യാക്കോബ് പറയാ, എന്നെ ദേശത്ത് നിങ്ങൾ നാറുമാറാക്കി. കണ്ടോ? യാക്കോബിന്റെ മകൾ ദീന ഒരു ഇവനിങ് വോക്കിന് പോയിട്ട് സംഗതി മാറി. കേട്ടോ? അവളെ പിടിച്ചോണ്ട് പോയവരും കൊണ്ടുപോയവരെ വെട്ടാൻ ചെന്ന ലേവിയൊക്കെ നമുക്ക് ചരിത്രത്തെ അറിയാം. ആ നിലകളിൽ ഒരു വലിയ പ്രശ്നം യാക്കോബിന്റെ കൂടാരത്തിന് നേരെ കടന്നു വന്നു. അന്നേരം യാക്കോബ് പറയാ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നാം ബേതേലിലേക്ക് മടങ്ങിപ്പോകാം. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ദൈവം പറഞ്ഞിടത്തേക്ക് നീ വന്നില്ലെങ്കിൽ നിന്നെ നാറുമാറാക്കുന്നവനാ ദൈവം. ചില നാറ്റക്കേസൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ദൈവം പറയുന്നിടത്തേക്ക് മടങ്ങി വരാത്ത കൊണ്ടാ. ചില വിഷയങ്ങൾ നിന്റെ കുടുംബത്തിൽ തന്നെ ചില വിഷയങ്ങൾ കടന്നു വന്നിട്ട് ജീവിതത്തിൽ നേരെ നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോകുമ്പോൾ ഓർത്തോണം, ദൈവം പറയുന്നിടത്തേക്ക് നീ മടങ്ങി വരുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ അവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ബദലിലേക്ക് മടങ്ങി വരാനാ. എന്നാൽ അവന്റെ കുടുംബത്തിന്റെ അകത്തലത്തിൽ തന്നെ പ്രശ്നം വർദ്ധിച്ചിട്ട് ദേശത്ത് നിൽക്കാൻ കഴിയാതെ സൂക്കോത്ത് വിട്ട് യാക്കോബ് ഓടുകയ. മക്കളോട് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞു? ബദലിലേക്ക് നാം മടങ്ങിപ്പോകാ. ചില പ്രതിസന്ധികൾ അവൻ ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ആയിരിക്കുന്നിടത്ത് തട്ടിക്കൊട്ടി ഒരു പരിപാടി നടത്തി. ഞാനും ആത്മീകനാണ്, ഞാനും പ്രാർത്ഥനക്കാരനാണ്, ഞാനും ദൈവകൃപയുണ്ടെന്ന് പറഞ്ഞ് സൂക്കോത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ മടങ്ങി വരേണ്ട ദിനങ്ങളാ. നിന്നെ സ്വർഗം ഈ ദിവസങ്ങളിൽ മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക്, ദൈവത്തോടുള്ള ഉടമ്പടിയുടെ അളവിലേക്ക്, ദൈവിക തീരുമാനത്തിന്റെ അളവിലേക്ക്, ലൂസിനെ ബദലാക്കി മാറ്റിയ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഈ ദിവസങ്ങളിൽ നിന്നെ മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലത് നിന്റെ കുടുംബത്തിൽ പ്രതിസന്ധിയാകുന്നതിന് മുമ്പ്, ചില പ്രതിസന്ധികൾ ശക്തിയോട് നിനക്കെതിരെ പൊരുതുന്നതിന് മുമ്പ്, ചില വിഷയങ്ങളുടെ നടുവിൽ നീ തലകുനിക്കുന്നതിന് മുമ്പ് ഈ ദിവസങ്ങളിൽ ചിലത് ദൈവം മാറ്റിത്തരുമെന്ന് പറഞ്ഞ് നീ
പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അത് അവൻ ആ കേട്ട കടുങ്കെട്ടാകുന്നതിന് മുമ്പ് അവൻ ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ മടങ്ങി വന്ന് ദൈവസന്നിധി നിലവിളിച്ച് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഈ ദിവസങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേര് തയ്യാറുണ്ട്? ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം ശ്രദ്ധിച്ചോ. വിടുതൽ വിടുതൽ വിടുതൽ, എല്ലാം വിടുതല, എല്ലാം വിടുതല. എല്ലാവർക്കും സന്തോഷമാണ്. അങ്ങനെയുള്ള പ്രസംഗം കേൾക്കാൻ എന്ത് സന്തോഷമാണെന്നറിയോ? ആളുകളങ്ങ് കൂടുക. 4 അന്യഭാഷയും പറഞ്ഞു വെച്ചു വിടുതൽ, ഇപ്പോൾ വിടുതൽ വ്യാപരിക്കുന്നു. എപ്പോഴാ വിടുതൽ വ്യാപരിക്കുന്നേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേദപുസ്തകത്തിലെ ദൈവവചനത്തിനകത്തുള്ള വിടുതലിനെ കുറിച്ചൊന്ന് വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഏത് വിഷയത്തിന്റെ പുറകിലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പുറകിലൊരു കൽപ്പന കിടപ്പുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. എപ്പോഴാ? നീ ഇന്നതുപോലെ എൻ്റെ പ്രമാണങ്ങളെ അനുസരിച്ച് എൻ്റെ വചനങ്ങളെയും എൻ്റെ വിധികളെയും കാത്തു സൂക്ഷിച്ച് എൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ ഒരു കണ്ടീഷനാ, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഇതെങ്ങനെയും ജീവിച്ചു വിടുതൽ വേണം. എവിടുന്ന് കിട്ടും? അതിന് വേറെ വല്ല ധീവര സഭയിലും പോകണം, വേറെ സഭയിൽ പോകണമെന്നതിന്. ദൈവസഭയ്ക്കകത്തുനിന്ന് വിടുതൽ കിട്ടണോ? ദൈവത്തിൽ നിന്ന് വിടുതൽ കിട്ടണോ? ദൈവത്തെ അനുസരിക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. പലരും തയ്യാറാകുന്നില്ല, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകും. എല്ലാം വിടുതൽ വേണം. ആര് വിടുതൽ തരും? ഏത് പ്രവാചകൻ ഇങ്ങനെ ഓടുക, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ നടക്കുക. എവിടെ ചെന്നാ കിട്ടത്തില്ല. കിട്ടുന്ന തൊട്ട് ഗുണമല്ല. താൽക്കാലികമായിട്ട് ചില മുട്ടുശാന്തി എല്ലാം വരുത്തിയെന്ന് വരും. പക്ഷെ ഒരു കാര്യം, വചനത്തിന്റെ ശക്തി നിന്റെ അകത്ത് കയറി അവൻ ദൈവത്തിന്റെ പ്രമാണത്തിനൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ നീ രൂപപ്പെട്ട് നീ ദൈവത്തിന് കൊള്ളാവുന്ന വ്യക്തിയായി മാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാ വിടുതൽ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ വിടുതൽ. ആ വിടുതലിലേക്കാണ് ദൈവജനത്തെ ദൈവം മടക്കിക്കൊണ്ടുവരുന്നത്. ഈ 2025 അങ്ങനെ ഒരു വിടുതലിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുക. സ്തോത്രം. ആമേൻ. എന്തെങ്കിലും ഒരു വിടുതൽ, ഈ ആമേൻ രോഗശാന്തി, സൗഖ്യവും വിടുതൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഈ ശരീരം എന്ന് പറയുന്ന രോഗാതുരമാ. സൗഖ്യം കർത്താവ് തരികയെന്നല്ല, എന്നെ ദൈവം സൗഖ്യമാക്കിയതാ. ഞാന് 3 മാസം കോട്ടയം ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ പല വാർഡിൽ കിടന്നയാളാ. അതിന്റെ TV വാർഡിൽ 18 ദിവസം കിടന്നതാ. രോഗം എന്താന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ഒരിക്കലൊക്കെ വന്നിട്ട് 3 ആഴ്ച നിന്നു. എൻ്റെ അമ്മച്ചി എന്നെയും കൊണ്ടത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ശുശ്രൂഷയിൽ ആയിരുന്ന സന്ദർഭത്തിൽ പ്രാരംഭ സമയങ്ങളാ. അവൻ അനുഭവിച്ച ബന്ധങ്ങൾ വലുതാ. എന്നാൽ ഡോക്ടർമാർ പറഞ്ഞു കൊണ്ടുപോക്കോ, മരിച്ചു പോകും. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാക്കി. ഒരു തീരുമാനമെടുത്തു, കർത്താവേ, ശുശ്രൂഷയിൽ ശക്തിയോടെ മുന്നേറുവാൻ ദൈവം എനിക്കൊരു ആയുസ് തന്നാൽ അതിനുവേണ്ടി ഞാൻ നിൽക്കുമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ ആ തീരുമാനത്തിൻ്റെ പിന്നിൽ ഒരു അത്ഭുതം വ്യാപരിപ്പാനിടയായി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവം നിനക്കൊരു ആയുസ് തന്നാൽ, ദൈവം നിനക്ക് ആരോഗ്യം തന്നാൽ, ദൈവം നിനക്കൊരു കഴിവ് തന്നാൽ, ദൈവം നിനക്കൊരു കൃപ തന്നാൽ, അത് ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ ആര് തയ്യാറാകും? സ്തോത്രം. ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളൊന്ന് മടങ്ങി വരട്ടെ. യാക്കോബ് പറയാം, നമുക്ക് ബേഥേലിലേക്ക് പോകാം. ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എന്നെ നാറുമാറാക്കി, ദേശത്ത് കുഴഞ്ഞു, ആകപ്പാടെ വല്ലാതായി. ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. അവരെന്ത് ചെയ്തു? താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവരെല്ലാവരും എന്ത് ചെയ്തു? അന്യ ദൈവങ്ങളെ നീക്കിക്കളഞ്ഞു, തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു, വസ്ത്രം മാറി ബേഥേലിലേക്ക് അവർ മടങ്ങിപ്പോകുകയാ. അന്ന് വരെ കയ്യിലുണ്ടായിരുന്നതിനെയൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞെന്നേ. അത് തന്നെ. വേണ്ടാത്തതും വേണ്ടതും ആകാത്തതും ചേരാത്തതും ഒക്കെ കൈ വെച്ചോണ്ടാ ഈ പോരിച്ചയും വരവുമൊക്കെ. പക്ഷെ വേണ്ടാത്തതൊന്നും കൈ വേണ്ടേ, എല്ലാം എടുത്ത് വലിച്ച് ദൂരം കളഞ്ഞു. നമുക്ക് റാഹേലിന്റെ ചരിത്രം അറിയാമല്ലോ. റാഹേല് ഒരു സംഗതി എടുത്ത് ഓട്ടോകോപ്പിനകത്ത് വെച്ച് അതിന്റെ പുറത്ത് കയറി ഇങ്ങനെ ഇരുന്നു. ഏതാ? അപ്പന്റെ ഗ്രഹബിംബം എടുത്തോണ്ട് പോന്നേ. അവിടുന്ന് പോന്നപ്പോ ആരാധനയ്ക്ക് വേണ്ടി പോരുക, പക്ഷെ വേണ്ടാത്തത് എടുത്തോണ്ട് പോന്നു. എന്നിട്ട് അപ്പൻ എന്തെന്ന് പറയാ, ലാവാൻ വന്നൊന്ന് തപ്പിയൊക്കെ നോക്കി. അപ്പച്ച, എനിക്കിപ്പോ എഴുന്നേക്കാൻ പറ്റത്തില്ല, എഴുന്നേക്കാൻ പറ്റാത്ത സ്ത്രീകൾക്കുള്ള മുറ വന്നിരിക്കുക, അതുകൊണ്ട് ഇവിടെ ഇരിക്കുക, ഞാനിപ്പോ എഴുന്നേക്കുന്നില്ല കേട്ടോ. ആട്ടം മോളെ അവിടെ ഇരുന്നു. പക്ഷെ മോളുടെ ഇരിപ്പിന്റെ അടിയിൽ ഇരിപ്പുണ്ട് ഈ ഗ്രഹബിംബം. എന്ത് സംഭവിച്ചെന്നറിയാവോ?
അവള് കടന്നു വന്ന യാത്രയിൽ ബേഥേലിൽ എത്താൻ കഴിയാതെ വഴിവക്കിൽ ഇന്നും അവളുടെ ശവകുടീരമുണ്ട്. ആരുടെ? റാഹേലിന്റെ. ഇന്നും ആ ശവകുടീരം അവിടെ ഒരു സ്തംഭമായി നിൽക്കുക. എന്താ അത് വിളിച്ചു പറയുന്നത്? വേണ്ടാത്തതും കൊണ്ട് പോന്നാൽ അങ്ങേ അറ്റത്ത് ചെല്ലുകയില്ല. കുഴിച്ചിടേണ്ട ചിലതിനെ കുഴിച്ചിടണം, കളയേണ്ട ചിലതിനെ വേണ്ടാത്തതിനെ എടുത്തോണ്ട് പോകുന്നു. ഈ ദിവസങ്ങളിൽ ഓർക്കണം, വേണ്ടാത്തതെല്ലാം എടുത്ത് കള. വസ്ത്രം മാറി ശുദ്ധീകരിക്കുക, തങ്ങളെ തന്നെ ഒരുക്ക. ദൈവകൃപയ്ക്കൊത്തവണ്ണം ഈ ദിവസങ്ങളിൽ വിശുദ്ധിയുടെയും വേർപാടിന്റെയും ദൈവകൃപയുടെയും ഒക്കെ വചനം പറഞ്ഞാൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല, വലിയ ആൾക്കൂട്ടമൊന്നും കൊടുത്തില്ല. ആമേൻ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിശുദ്ധരായിരിപ്പീൻ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിശുദ്ധി ദൈവത്തിന്റെ ആലയത്തിന് ഉചിതമാണ്. ആമേൻ. വേർപാട് ദൈവവചനത്തിലൂടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇതെല്ലാം വിശ്വസതയോടെ പാലിച്ച് ആമേൻ ഒരു ബേഥേലിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രിയിൽ ചിലരോടൊക്കെ ദൈവം സംസാരിക്കുക. തങ്ങൾക്ക് ഹിതകരമായ വഴിച്ചാലുകളിലൂടെ ജീവിതം നീക്കുന്ന അവൻ ജീവിതത്തിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് തിരിയെ, ഒരു മടങ്ങി വരവ്, പ്രാർത്ഥനയ്ക്ക് ഒരു മടങ്ങി വരവ്, ആരാധനയ്ക്ക് ഒരു മടങ്ങി വരവ്, ആത്മീയ ശുശ്രൂഷയ്ക്ക് ഒരു മടങ്ങി വരവ്. അവൻ ദൈവത്തെ വിട്ട് ലോകത്തിന്റെ ഗതിവിഗതികളിൽ ജഡത്തിന്റെ പിന്നാലെ യാക്കോബിനെ പോലെ അവൻ ദൈവ സാന്നിധ്യം വിട്ട് അവൻ ഓടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറഞ്ഞാട്ട കർത്താവേ, ഞാൻ മടങ്ങി വരികയാ, എനിക്ക് ഒന്ന് മടങ്ങി വരണം, അങ്ങയുടെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. ബേഥേൽ എന്ന് പറയുന്നത് ദൈവഭവനമാണ്, അത് ആലയമാണ്, ആരാധനയുള്ള സ്ഥലമാണ്. അത് ഒന്നുകൂടെ പറഞ്ഞാൽ അവിടെ വരുമ്പോൾ കുഴിച്ചിടേണ്ടത് മുഴുവൻ കുഴിച്ചിടുന്ന ഇടമാണ്. വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. അവർ കളയേണ്ടതെല്ലാം കളയുന്ന സ്ഥലമാണ്. അവിടെ വിശുദ്ധിയോടെ, ദൈവകൃപയോടെ, ദൈവ സാന്നിധ്യത്തോടു കൂടെ മാത്രമേ അവൻ ബേഥേലിന്റെ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുക. ബേഥേലിന്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ഇന്നലകളിൽ വന്ന പരാജയങ്ങൾ ഏറ്റു പറയാം. ദൈവസന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുക്കാം, ഒരു സമർപ്പണത്തിലേക്ക് വരാം. കർത്താവേ, ഞാൻ അങ്ങയുടെ ഹിതം വിട്ട് അകന്നു പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ലാബാന്റെ ഭവനത്തിൽ യാക്കോബ് ഇറങ്ങിയതുപോലെ ജീവിതത്തിൽ ജഡത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഞാൻ മുൻപോട്ട് പോകുന്നത്. എന്നാൽ എന്നോട് ഇടപെട്ട വചനത്തിന്റെ മുൻപിൽ ഞാനിതാ മടങ്ങി വരുന്നു. ദൈവശബ്ദത്തിന്റെ മുൻപിൽ ഞാനിതാ മടങ്ങി വരുന്നു. ആര് തീരുമാനമെടുക്കും? പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുകയാണ്. ആത്മാവിന്റെ വലിയ വ്യക്തിത്വം ഞാൻ ആത്മാവിൽ അനുഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ നിന്റെ മേൽ പകരട്ടെ. അവൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവം നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുകയാണ്. പറഞ്ഞാട്ട് കർത്താവേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, ഈ ദിവസങ്ങൾ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട എല്ലാവർക്കുമായി സ്തോത്രം. ബേഥേലിലെ യാക്കോബിന്റെ മടങ്ങി വരവ് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് കർത്താവ് നൽകി. ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരു തീരുമാനത്തോടെ, സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഒരു പുത്തനായ നിലവാരത്തിലേക്ക്, വിടുതലിലേക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവസന്നിധി മുന്നേറുവാനും ഏവർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് സഹായിച്ചാട്ട് അവരുടെ വിഷയങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യും. ഈ മിനിസ്ട്രിയും അവിടുന്ന് ആദരിച്ചാട്ടെ. തിരുനാമത്തെ മാത്രം ഉയർത്തും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.